ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ രണ്ടായി തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, രണ്ടാമത് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി വിച്ച് കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അതായത് ഇലക്ട്രിസിറ്റിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഇലക്ട്രിസിറ്റി. അതായത് ഇപ്പോൾ കറണ്ട് എടുത്തു, അല്ലെങ്കിൽ ആ ഇലക്ട്രിസിറ്റി പവർ എടുത്ത് എനർജി എടുത്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോവാതെ ഒരു സ്ഥലത്തിന് ഫിക്സഡ് ആയിട്ട് പെർമനൻ്റ് ഫിക്സഡ് ആയിട്ട് ഇരിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ അങ്ങനെ പറയാം, ഒരു വസ്തുവിൽ ലഭിക്കുന്ന വൈദ്യുത ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കാതെ അതേ വസ്തുവിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയാണ് നമ്മൾ സ്ഥിര വൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ഇത് ഒരു സ്ഥലത്തും പ്രവഹിക്കാതെ ഫിക്സഡ് ചെയ്ത് നിൽക്കുന്നു. അപ്പം മറ്റെന്തായിരിക്കും? ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലായിട്ട് പ്രവഹിക്കും അല്ലേ. ഇലക്ട്രിസിറ്റി വിച്ച് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഓക്കെ, ഇലക്ട്രിസിറ്റി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കുകയാണെങ്കിൽ അത്തരം ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? ബാറ്ററി അല്ലേ, ഒക്കെ നമുക്ക് എന്താണ്, ബാറ്ററി ചാർജിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എന്താണ് പ്രവഹിക്കുന്നതാണ്. ഓക്കെ, അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. അതായത് വൈദ്യുതി പ്രവഹിക്കാതെ ഒരു സ്ഥലത്ത് ഫിക്സഡ് ആയിട്ട് ഇരിക്കുന്നതും പിന്നെ പ്രവഹിക്കുന്നതുമായ രണ്ട് ടൈപ്പ്. ഓക്കെ, പ്രവഹിക്കാത്ത വൈദ്യുതിയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നും പ്രവഹിക്കുന്ന വൈദ്യുതിയെ നമ്മൾ എന്ന് പറയും? ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്നും പറയുന്നു. അടുത്തതാണ് ടൈപ്സ് ഓഫ് കറണ്ട്. ഓക്കെ, കറണ്ടിനെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? ദെയർ ആർ ടു ടൈപ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒന്നാമത്താണ് ഡയറക്റ്റ് കറണ്ട് അഥവാ DC, രണ്ടാമത്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ AC എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന കറണ്ടാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിനെയാണ് നമ്മൾ AC അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ് കറണ്ടും അതുപോലെ തന്നെ ആൾട്ടർനേറ്റിംഗ് കറണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തേതാണ് ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, ഡയറക്റ്റ് കറണ്ട് ആസ് എ കറണ്ട് വിച്ച് ഡസ് നോട്ട് റിവേഴ്സ് ഇറ്റ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇൻ DC ഇലക്ട്രോൺസ് drift in the same direction. The static current flow will be from the positive terminal to the negative terminal, such as the current supplied by DC battery or DC generator etc. അതായത് സമയത്തിന് അനുസൃതമായി ഒരു ഈക്വൽ, അതായത് നിശ്ചിത വോൾട്ടേജ് അല്ലെങ്കിൽ പവർ ഡയറക്റ്റായിട്ട്, അതായത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് വരാതെ തുല്യമായ അളവിൽ പാസ് സമയത്തിന് ഈക്വലായിട്ട് പാസ് ചെയ്യുന്ന വൈദ്യുതിയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് അഥവാ നേർധാരാ വൈദ്യുതി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നമ്മൾ നേർധാരാ വൈദ്യുതി അഥവാ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം ഒരേ ദിശയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനും അതുപോലെ തന്നെ ഡയറക്ഷനും ഒരു മാറ്റവും ഉണ്ടായില്ല, തുല്യമായി തന്നെയായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ വൈദ്യുതി പ്രവാഹം അല്ലെങ്കിൽ അതിൻ്റെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനലോട്ട് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ ബാറ്ററി അതുപോലെ തന്നെ ജനറേറ്ററൊക്കെ നമുക്ക് എടുക്കാം. അപ്പം നിങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ നമ്മൾ ബൾബ് LED ബൾബൊക്കെ നമ്മൾ കത്തിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ LED ബൾബ് കത്തിക്കുമ്പോൾ ബാറ്ററിക്ക് എന്താ നോക്കും നമ്മൾ? അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബൾബിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ബൾബിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബൾബ് കത്തത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈക്വലായിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ AC-യിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ തിരിച്ചു കൊടുത്താലും മറിച്ചു കൊടുത്താലും നമ്മുടെ കമ്പോണൻറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം
DC അഥവാ നേർധാരാ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നമ്മൾ നേർധാരാ വൈദ്യുതി അഥവാ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷന് വ്യത്യാസമുണ്ടാവാതെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനലോട്ട് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതറിയാൻ സാധിക്കും. ഓക്കെ, ബാറ്ററി താഴെ കൊടുത്ത് പ്ലസ് മൈനസ് എന്ന് ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു റൗണ്ടിൻ്റെ അകത്ത് വര കൊടുത്ത ബൾബാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നേരെ എങ്ങോട്ട് പോയി? ബൾബിൻ്റെ പോസിറ്റീവ് ടെർമിനലോട്ട് പോയി. അവിടെ നിന്ന് നേരെ നെഗറ്റീവ് ടെർമിനലിൽ കൂടെ നെഗറ്റീവിലോട്ട് വരുന്നു. ഓക്കെ, അപ്പം DC അഥവാ ഡയറക്റ്റ് കറണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് AC എന്താണെന്ന് നോക്കാം. ഓക്കെ, AC അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ അതിന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് പ്രത്യവർത്തി ധാര വൈദ്യുതി എന്നാണ്. ഓക്കെ, പ്രത്യവർത്തി ധാര വൈദ്യുതി എന്നാണ് AC അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അറിയപ്പെടുന്നത്. നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടാണ് AC എന്ന് പറയുന്നത്. വീടുകളിൽ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 220 വോൾട്ട് തൊട്ട് 230 വോൾട്ട് വരെയാണ് നമ്മുടെ വീടുകളിൽ അത് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ ദ ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC, both the direction and magnitude of the current will be changing at a definite interval of time. In this current, the value change from instant to instant. The terminals used in AC are called phase and neutral. Electrical current following from phase to neutral at the rate of 15 cycles per second. Supply is used for general use, example in the house and industrial, etc. This is the form of wave. One complete wave consists of half negative and half positive wave and is called one cycle. ഓക്കെ, അതായത് നമ്മൾ ആദ്യമേ DCയിലോട്ട് പോയപ്പോൾ എന്താണ് പറഞ്ഞിരുന്നത്? അതായത് ഡയറക്റ്റ് കറണ്ട് എന്താണ്? ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിന് ഒരു മാറ്റവും ഉണ്ടാവാതെ നേർരേഖയിൽ പോകുന്ന വൈദ്യുതിയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ACയിലോട്ട് വരുമ്പം നിശ്ചിത സമയം, ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ വെച്ചിട്ടുണ്ട്. ആ സമയം അനുസരിച്ച് അതിൻ്റെ വൈദ്യുതിയുടെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? AC എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഒരു നിശ്ചയ സമയത്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷൻ ചേഞ്ച് വരുന്ന വൈദ്യുതിയാണ് നമ്മൾ AC അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡയറക്റ്റ് കറണ്ടിൽ അതിൻ്റെ ടെർമിനൽസെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ് എന്നാണെങ്കിൽ, നമ്മൾ ACയിലോട്ട് വരുമ്പോൾ ഇവിടെ പറയുന്നത് പോസിറ്റീവ് ടെർമിനൽ നമ്മൾ ഫേസ് എന്നും നെഗറ്റീവ് ടെർമിനൽ നമ്മൾ ന്യൂട്രൽ എന്നും പറയുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഫേസ് ടു ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നിശ്ചയ ടൈമിലാണ് ഇതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് ഒരു സെക്കൻഡിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 50 സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നു. ഓക്കെ, 50 സൈക്കിള് നമ്മൾ ഒരു സെക്കൻഡിൽ ഈ വൈദ്യുതി പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എന്തോന്നാണ് ചോദിച്ചാൽ നമ്മൾ ഫിഗറിലോട്ട് വരിക. അപ്പോൾ സെൻറ്റർ പോയിൻറ്റിൽ ഞാൻ 0 എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് മൈനസ് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പ്, ഇത്തരം ഒരു വേവിനെയാണ് നമ്മൾ സൈൻ വേവ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു വേവിനെയാണ് നമ്മൾ സൈൻ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ 0 to പ്ലസ് വരെയുള്ളതാണ് മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ ഏറ്റവും ഹൈ വാല്യൂ ആണ്. 0യിൽ നിന്നും മൈനസ് വരെയുള്ള പോകുന്ന അത്രയും ഹൈറ്റിനെ നമ്മൾ മിനിമം, ഓക്കെ, ഏറ്റവും ലോ വോൾട്ടേജും ആണ്. അപ്പോൾ ആ 0 to ആ സെൻട്രൽ ലൈൻ വരെ മുട്ടുന്ന, അതായത് നമ്മൾ ആ 0യിൽ നിന്ന് മാക്സിമം വാല്യൂ വരെ വൈദ്യുതി പോയി അവിടെ നിന്ന് റിട്ടേൺ നമ്മൾ ആ 0 പോകുന്ന ലൈൻ വരെയുള്ളതാണ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിനുശേഷം ആ 0യിലൂടെ പോകുന്ന ലൈനിങ് കട്ട് ചെയ്തുകൊണ്ട് നേരെ താഴത്തോട്ട് പോകുന്നു. അപ്പോൾ ഏറ്റവും ലോ വോൾട്ടേജ് വരെ ചെന്നു. അവന്ന് വീണ്ടും ഇൻക്രീസ് ആയിട്ട് സെൻറ്റർ പോയിൻറ്റോട്ട് വരുന്നു. അപ്പോൾ അത്ര ഭാഗത്തിന് അടുത്ത ഹാഫ് വേവ്. അങ്ങനെ 0യിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ആരംഭിച്ച് മാക്സിമം വാല്യൂവിലെത്തി പിന്നെ സെൻറ്റർ വാല്യൂ വരെ എത്തുന്നു. അതും
അവിടെ നിന്ന് പിന്നെ ഏറ്റവും ലോ വോൾട്ടേജിൽ ചെന്നിട്ട് പിന്നെ സെൻട്രൽ വോൾട്ടേജിൽ പോകും. അത്രയും പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ 50 സൈക്കിളാണ് ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു വോൾട്ടേജ് നമ്മൾ ഉപയോഗിക്കുന്ന എവിടെയാണ്? നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മുടെ വീടുകളിൽ അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിലാണ് ഇത്തരം വൈദ്യുതികൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹൈ പവർ വോൾട്ടേജ് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ എന്താണ്, AC ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും കൂടി ചേരുന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും കൂടി ചേരുന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ACയും DCയും മനസ്സിലായല്ലോ. സമയത്തിന് തുല്യമായി നിശ്ചയ ടൈമിലും ഡയറക്ഷനും മാഗ്നറ്റിനും ചേഞ്ച് വരുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, AC എന്നും. അതുപോലെ ഇത് വരാത്തതിനെയാണ് ഡയറക്ഷൻ ആൻഡ് മാഗ്നറ്റിക് ചേഞ്ച് വരാത്ത പാസ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ DC എന്നും പറയുന്നു. അവിടെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലാണ് DCയിൽ എടുക്കണമെങ്കിൽ ഇവിടെ ACയിൽ എന്താണ്, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ എന്താണ്, ഫേസ് ന്യൂട്രൽ എന്നാണ് എടുക്കുന്നത്. ഒരു സെക്കൻഡിൽ 50 സൈക്കിളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ACയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ഹാഫ് പോസിറ്റീവ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടി ചെയ്യുന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ACയും DCയും തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC, രണ്ടാമത്താണ് ഡയറക്റ്റ് കറണ്ട് അഥവാ DC. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് നോക്കാം. ആൾട്ടർനേറ്റിംഗ് കറണ്ട് വേരീസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഡയറക്റ്റ് കറണ്ട് ആണെങ്കിലോ, ഡയറക്റ്റ് കറണ്ട് ഈസ് കോൺസ്റ്റൻറ്റ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിലോട്ട് വരുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനും ചേഞ്ച് ഉണ്ടാകും. കാരണം അത് സൈൻ വേവ് പോലെയാണ് പോകുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും. എന്നാൽ ഡയറക്റ്റ് കറണ്ടിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം തന്നെയായും ഒരു മാറ്റവും തന്നെ അവിടെ സംഭവിക്കുന്നില്ല. ഇതെന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഡയറക്റ്റ് കറണ്ടിലോട്ട് എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 6 വോൾട്ടാണ് കൊടുക്കണമെങ്കിൽ അത് 6 വോൾട്ട് തന്നെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുള്ളൂ, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അത് 6.1 അല്ലെങ്കിൽ 5.99 ആവോ ഇല്ല. അതായത് 6 വോൾട്ട് എടുത്തു കഴിഞ്ഞാൽ 6 വോൾട്ട് തന്നെയായിരിക്കും അവിടെ സംഭവിക്കുന്നത്. എന്നാൽ AC അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമ്മൾ 6 വോൾട്ടാണ് കൊടുക്കണമെങ്കിൽ ഓക്കെ, അത് ചിലപ്പോൾ 6.1 അല്ല 6.2 ചിലപ്പോൾ മാറാം. അതല്ലെങ്കിൽ ചിലപ്പം 5.5 അല്ലെങ്കിൽ 5.8 എന്നിങ്ങനെ വേരിയേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും എന്തായിരിക്കും, ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു സംഭവമാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ സംഭവിക്കാനുള്ളത് കൊണ്ടാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ഉണ്ടാകുന്നതും ഡയറക്റ്റ് കറണ്ടിൽ അത് ഉണ്ടാവാത്തതും. ഓക്കെ, അടുത്തതാണ് AC പ്രൊഡ്യൂസസ് വേരി മാഗ്നറ്റിക് ഫീൽഡ്, DC പ്രൊഡ്യൂസസ് എ കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ACയിലാണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും വേരിയേഷൻ സംഭവിക്കുന്നത്. എന്നാൽ DCയിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അത് കോൺസ്റ്റൻ്റ് ആണ്, ഒരു മാറ്റവും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, അത് ഒരു മാറ്റവും സംഭവിക്കുന്നുമില്ല. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ട്രാൻസ്മിഷൻ കോസ്റ്റ് ഈസ് ലോ ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ട്രാൻസ്മിഷൻ കോസ്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഹൈ ആണ് ഇൻ ഡയറക്റ്റ് കറണ്ട്. അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ അത് നിർമ്മിക്കാനുള്ള ചിലവും അതുപോലെ തന്നെ അത് നിർമ്മിച്ചതിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള ചിലവും തീരെ കുറവാണ്. എന്തിനെ വെച്ച് നോക്കുമ്പോൾ, ഡയറക്റ്റ് കറണ്ടിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഡയറക്റ്റ് കറണ്ടിൽ പ്രൊഡക്ഷൻ കോസ്റ്റും ട്രാൻസ്മിഷൻ കോസ്റ്റും ഡയറക്റ്റ് കറണ്ടിനേക്കാളും കൂടുതലായിരിക്കും. ആൾട്ടർനേറ്റിംഗ് കറണ്ടിനേക്കാൾ കൂടുതലായിരിക്കും ഡയറക്റ്റ് കറണ്ടിൽ. അതായത് ഡയറക്റ്റ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കും നമ്മൾ ഡയറക്റ്റ് കറണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയും അതുപോലെ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്മിഷൻ ചെയ്യുന്നതിനും ചിലവാകുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ പോയിൻ്റാണ് AC വോൾട്ടേജ് ക്യാൻ സ്റ്റെപ്ഡ് അപ്പ് പവർ ഫോർ ട്രാൻസ്മിഷൻ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ഫോർ ഡിസ്ട്രിബ്യൂഷൻ.
DC voltage cannot be stepped up or stepped down. അതായത് ഡി സി കറണ്ടിന് നമുക്ക് അതായത് ഡി സി വോൾട്ടേജ് നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ സാധിക്കത്തില്ല. അതായത് അതിൻ്റെ വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ എ സിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എ സി വോൾട്ടേജ് നമുക്ക് അതിനെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അത് നല്ലൊരു എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എ സി ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ എ സി നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ട്രാൻസ്ഫോമേഴ്സ് വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഈ ട്രാൻസ്ഫോമേഴ്സ് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഈ വരുന്ന വൈദ്യുതിയെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും. ചിലപ്പോൾ നമ്മൾ അവിടെ പോകുന്നത് 11 kV അതായത് 1100 കിലോ വാട്ട് വൈദ്യുതിയാണെങ്കിൽ അതിൽ നിന്ന് വൈദ്യുതി എടുത്ത് അതിനെ ഡൗൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള 220 അല്ലെങ്കിൽ 230 വോൾട്ടേജ് ആക്കി നമ്മുടെ വീടുകളിലോട്ട് സപ്ലൈ ചെയ്യുന്നത് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ചെറിയ വരുന്ന വൈദ്യുതിയെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് ഹൈ വോൾട്ടേജ് ആക്കിയിട്ട് സപ്ലൈ ചെയ്യാനും സാധിക്കും. എന്നാൽ ഡി സിയിൽ അഥവാ ഡയറക്റ്റ് കറണ്ടിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കത്തില്ല. ഓക്കെ, അഞ്ചാമത്തെ പോയിൻ്റാണ് ആൾട്ടർനേറ്റേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് ഹൈ കറണ്ട് റേറ്റിംഗ് ഓയിങ് എ കമ്മ്യൂട്ടേഷൻ difficulties. DC generators cannot be designed for large outputs. ഓക്കെ, നമുക്ക് ആൾട്ടർനേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈ കറണ്ട് റേറ്റിംഗ് ലഭിക്കുന്നു. അതായത് കൂടുതൽ പവർ, നല്ല പവറിൽ നല്ല സ്ട്രെങ്തിൽ നമുക്ക് വൈദ്യുതി നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ലാസ്റ്റ് പോയിൻ്റാണ് ഫോർ ദ സെയിം സ്പീഡ് എ സി മോട്ടേഴ്സ് ചീപ്പർ ആൻഡ് റിക്വയർഡ് ലോ മെയിൻ്റെനൻസ്. DC motors and expensive and required motors more മെയിൻ്റെനൻസ്. അതായത് നമ്മളിപ്പോൾ ഡി സി എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ടിനും അതുപോലെ തന്നെ ഡയറക്റ്റ് കറണ്ട് പ്രവർത്തിക്കുന്ന ഒരേപോലത്തെ 2 മോട്ടേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരേ സ്പീഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന എടുക്കുകയാണെങ്കിൽ ഡി സി മോട്ടറിനേക്കാൾ വില കുറവായിരിക്കും എ സി കറണ്ടിൽ പ്രവർത്തിക്കുന്ന മോട്ടറിന്. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റെനൻസും കുറവായിരിക്കും. ഓക്കെ, അപ്പം എ സിയേക്കാൾ വില കൂടുതലായിരിക്കും അതേ സ്പീഡിൽ. അതായത് ഇപ്പം ഒരു സെക്കൻഡിൽ 1000 തവണ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോട്ടർ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, എ സിയിലും ഡി സിയിലും എടുത്തു ഒരു സെക്കൻഡിൽ 1000 തവണ ചുറ്റുമെന്ന് വിചാരിക്കുക, അല്ല 100 തവണ ചുറ്റുമെന്ന് വിചാരിക്കാം എ സിയിലും ഡി സിയിലും. അപ്പം എനിക്ക് എ സിയിൽ മേടിച്ച മോട്ടറിനേക്കാളും വില കൂടുതലായിരിക്കും ഡി സി പ്രവർത്തിക്കുന്ന മോട്ടറിന്. അതുപോലെ തന്നെ ഇത് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യാനുള്ള കോസ്റ്റും എ സി വൈദ്യുതി പ്രവർത്തിക്കുന്ന മോട്ടറിനേക്കാളും വില കൂടുതലായിരിക്കും ഡയറക്റ്റ് കറണ്ടിൽ പ്രവർത്തിക്കുന്ന മോട്ടറിനും. ഓക്കെ, അപ്പം എ സിയിലും ഡി സി കറണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയല്ലോ. അതായത് മനസ്സിലായല്ലോ. ആൾട്ടർനേറ്റിംഗ് കറണ്ട് വേരീസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും വേരിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഡയറക്റ്റ് കറണ്ടിൽ അങ്ങനെ സംഭവിക്കുകയില്ല, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എ സി കറണ്ടിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് വോൾട്ടേജിന് വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഡി സിയിൽ അത് ഉണ്ടാവില്ല, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് തന്നെയായി എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും മെയിൻ്റെനൻസ് കോസ്റ്റും എ സിയിൽ കുറവാണ്. എന്നാൽ ഡി സിയിൽ എ സിയേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ കോസ്റ്റൊക്കെ കൂടുതലായിരിക്കും. ഓക്കെ, ഈ എ സി കറണ്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും അതായത് അതിൻ്റെ പവർ കൂട്ടാനും പവർ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. എന്നാൽ ഡി സിയിൽ അത് സാധിക്കുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 2 ഉപകരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എ സിയും ഡി സിയും പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ എടുക്കുകയാണെങ്കിൽ എ സി പ്രവർത്തിക്കുന്ന ഉപകരണത്തെക്കാളും വിലയും അതുപോലെ തന്നെ അത് പരിപാലന കോസ്റ്റും കൂടുതലായിരിക്കും ഡി സി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക്. ഓക്കെ, അപ്പം രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്ന് കിട്ടിയല്ലോ. നമുക്ക് ഇനി അടുത്ത പാർട്ടിലോട്ട്. അടുത്തതാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അഥവാ ഇ എം എഫ്. ഓക്കെ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അഥവാ ഇ എം എഫ്. അപ്പം ഇ എം എഫ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് വിച്ച് കേസ് ടു ഫ്ലോ ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട്. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അതായത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് നമ്മൾ എന്താ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഫോഴ്സാണ് ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. ഇ എം എഫിൻ്റെ യൂണിറ്റാണ് വോൾട്ട് ആണ്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് അഥവാ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഡിഫറൻസ് ഈസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ മെഷേർഡ് അക്രോസ് 2 പോയിൻറ്റ് ഓഫ് ദ സർക്യൂട്ട്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വി. അതായത് ഒരു സർക്യൂട്ടിൻ്റെ 2 പോയിൻറ്റുകൾക്ക് അക്രോസ് ആയി വരുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസത്തെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണ്, അതിൻ്റെ ഒരു സർക്യൂട്ടിനകത്ത് 2 പോയിൻറ്റുകൾ എടുക്കും. അപ്പോൾ ആ 2 പോയിൻറ്റുകൾക്ക് അക്രോസ് ആയിട്ട് വരുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ, അതിൻ്റെ ഡിഫറൻസാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വി എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഇ എം എഫിൻ്റെ യൂണിറ്റും എന്തായിരുന്നു? വോൾട്ട് തന്നെയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റും എന്താണ്? വോൾട്ട് തന്നെ ആണ്. ഓക്കെ, അടുത്താണ് ഇലക്ട്രിക് വോൾട്ടേജ്. ഇലക്ട്രിക് വോൾട്ടേജ് മോട്ടിവേറ്റ്സ് ഇലക്ട്രോൺസ് ടു ഫ്ലോ ഇൻ എ സർക്യൂട്ട്. ഓക്കെ, ഇലക്ട്രിക് വോൾട്ടേജ് ഒരു സർക്യൂട്ടിനുള്ളിലെ ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകമാണ്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ്, അതായത് ഇലക്ട്രിക് വോൾട്ടേജ് യൂണിറ്റാണ് വോൾട്ട് ആണ്. ഓക്കെ, വോൾട്ടിനാണ് ഇലക്ട്രിക് വോൾട്ടേജിനെ നമ്മൾ പറയുന്നത്, വോൾട്ട് എന്നാണ് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ വോൾട്ടേജ് ഇപ്പം 5 വോൾട്ട് എന്നൊക്കെ പറയുന്ന ഈ വോൾട്ടിൻ്റെ നമ്മൾ വോൾട്ട് എന്ന് എഴുതണ്ട, വി എന്ന് നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പം ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന വോൾട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് മെഷേർഡ് ബൈ യൂസിങ് വോൾട്ട് മീറ്റർ. അപ്പോൾ വോൾട്ട് മീറ്റർ ആ പേര് പറയാൻ കാരണം എന്താണ്? അത് വോൾട്ട് ചെക്ക് ചെയ്യുന്ന മെഷീൻ ആയതുകൊണ്ടാണ് അതിനെ വോൾട്ട് മീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ വോൾട്ട് മീറ്റർ ഓൾസോ കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ സർക്യൂട്ട്. ദ വോൾട്ടേജ് ഈസ് ഡിവൈഡ് ഇൻ ടു ദ ഫോളോയിങ് ഗ്രൂപ്പ്സ്. ഓക്കെ, അതായത് ഒരു സർക്യൂട്ടിൽ ആ വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ ആ വോൾട്ട് മീറ്ററിൻ്റെ ടെർമിനൽസ് നമ്മൾ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യേണ്ട. അത് കണക്ട് ചെയ്യുന്നത് പാരലലായിട്ടായി വേണം ഇത് കണക്ട് ചെയ്യാൻ. ഓക്കെ, കണക്ഷൻ 2 ടൈപ്പിലുണ്ട്. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ അതേപ്പറ്റി പറയും. അപ്പം ഏത് രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ? പാരലലായിട്ട് വേണം നമ്മളെ വോൾട്ട് മീറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാൻ. അപ്പം ഈ നമ്മൾ വോൾട്ടേജിലൊക്കെ പല ഗ്രൂപ്പായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലോ വോൾട്ടേജ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ് ടു 215 വോൾട്ടേജ് ആണ്. ഓക്കെ, അതായത് 0 to 250 വോൾട്ട് വരെ വരുന്നതാണ് ലോ വോൾട്ടേജ് എന്ന് പറയുന്നത്. 0 to 250 വരെ വോൾട്ടേജ്. മീഡിയം വോൾട്ടേജ് എന്ന് പറയുന്നത് 250 മുതൽ 650 വോൾട്ടേജ് വരെയാണ് മീഡിയം വോൾട്ടേജും. ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 650 മുതൽ 1000 വോൾട്ട് വരെയുമാണ്. ഓക്കെ, ഇനി എക്സ്ട്രാ വോൾട്ടേജ് എന്ന് പറയുന്നത് എബോവ് 11,000 വോൾട്ടിന് മുകളിലാണ്. ഓക്കെ, അതായത് 11 kV എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ ഒരു കാറ്റഗറി പറയുന്നതാണ്. ഓക്കെ, ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് 250 വോൾട്ടും മീഡിയം വോൾട്ടേജ് എന്ന് പറയുന്നത് 250 മുതൽ 650 വരെ വോൾട്ടേജും. ഹൈ വോൾട്ടേജ് 650 മുതൽ 11,000 വോൾട്ട് വരെയും. എക്സ്ട്രാ വോൾട്ടേജ് എന്ന് പറയുന്നത് 11,000 എബോവ് വോൾട്ടേജും ആണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ എൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ്. ഇലക്ട്രിക് വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. അതുപോലെ തന്നെ ഡിനോട്ട് ചെയ്യുന്നത് വി എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചാണ്. അതിനെ സർക്യൂട്ട് ചെക്ക് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചാണ്. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് പാരലായിട്ട് വേണം. പിന്നെ അതിന് 3-4 ടൈപ്പായിട്ട് അതിൻ്റെ വോൾട്ടേജ് തരംതിരിച്ചു. ഓക്കെ, ഇനി അടുത്തതാണ് കറണ്ട്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എനി കണ്ടക്ടർ. ഓക്കെ, റെപ്രസെൻറ്റഡ് ബൈ ഐ. യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയറാണ്. വോൾട്ടേജിൻ്റെ ഇലക്ട്രിക് വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണെങ്കിൽ ഇവിടെ കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. സോ നമ്മൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപകരണമാണ് അമീറ്റർ ആയിരിക്കും.
ഓക്കെ. അപ്പോൾ കറണ്ടിൻ്റെ എന്തായിരിക്കും അവിടെ ചെക്ക് ചെയ്യുന്നത്? അമീറ്റർ അല്ലെങ്കിൽ ആംബിയറാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൽ അമീറ്റർ എന്ന് പേര് വരുന്നത്. അപ്പോൾ അമീറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സീരീസ് ആയിട്ടായിരിക്കും. സീരീസ് കണക്ഷനിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ കറണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏത് ലെറ്റർ വെച്ചാൽ I എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ.